നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. 5480 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുടനീളം ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. എലമല്ലിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓസോൺ ബ്രേക്ക് വാട്ടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ വികസനത്തിന്റെ സാധ്യതാ പഠനത്തിന് ഉദ്യോഗസ്ഥ സംഘം എത്തി. വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ, അമ്പലപ്പുഴ MLA ചിസലാം എന്നിവർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ സന്ദർശനം. കേരള വിഷൻ ന്യൂസ് സ്റ്റാർ ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നൈറ്റ് ടെസ്ല എൻട്രൻസ് അക്കാദമിയുടെ സഹകരണത്തോടെ ഉന്നത വിദ്യാഭ്യാസ ബോധവൽക്കരണ ക്ലാസും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ടൂറിസം വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പൂങ്കാവപ്പള്ളിയിൽ നിർമ്മിക്കുന്ന പിൽഗ്രീം കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആലപ്പുഴ രൂപതാ മെത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. 5480 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുടനീളം ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇരമല്ലിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 5480 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇരമല്ലിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കിഫ്ബി ആവിഷ്കരിക്കുമ്പോൾ ഇത് നടക്കുമോ എന്നുള്ള സന്ദേഹങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ കൺമുന്നിലാണ് ചെങ്ങന്നൂർ ആശുപത്രി 100 കോടി രൂപ അതിമനോഹരമായി ഏത് സ്വകാര്യ ആശുപത്രിയെയും വെല്ലുന്ന നിലയിലുള്ള സൗകര്യങ്ങളോടുകൂടി ഡയാലിസിസിനൊക്കെ പ്രത്യേക സൗകര്യം മിനിസ്റ്റർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഡയാലിസിസ് പേഷ്യൻസിനും ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന ക്രമീകരണങ്ങൾ ആ നിലയിൽ നല്ല സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ളത്. അപ്പോൾ മാവേലിക്കരയിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ നമ്മൾ നോക്കിയാൽ മാവേലിക്കരയിൽ ജില്ലാ ആശുപത്രി കിഫ്ബിയിലൂടെ പൂർത്തിയാവുകയാണ്. അങ്ങനെ ഏതാണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ തന്നെ അവിടെ ജനറൽ ആശുപത്രി ബഹുമാനപ്പെട്ട CM അടുത്തിടെ ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിന് 10,000 കോടിയോളം രൂപയാണ് കിഫ്ബിയിലൂടെ അനുവദിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ അടിസ്ഥാനം ഒരു മിഷനാണ്, വ്യക്തമായ നയമാണ്. എന്താണ് നയം? ചെങ്ങന്നൂർ മണ്ഡലം ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിലാണെന്നും മണ്ഡലത്തിൽ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ജില്ലാ ആശുപത്രിയിലും ആധുനിക സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷനായി. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. NHM DPM കോശി C പണിക്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV സാജൻ, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം, ആലപ്പുഴ DMO ഡോക്ടർ ജമുന വർഗീസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ മനു തെക്കേടത്ത്, KR രാജ്കുമാർ, ഗീതാ സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ T നായർ, ശ്രീവിദ്യ സുരേഷ്, പുഷ്പകുമാരി, സജു ഇടക്കല്ലിൽ, ബിന്ദു കുരുവിള, സതീഷ് കല്ലുപറമ്പിൽ, CDS ചെയർപേഴ്സൺ ഗീത സദാനന്ദൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S സുനിത, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റ് സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാലിയേറ്റീവ് കെയർ, ലാബ് സൗകര്യം തുടങ്ങി നിരവധി സേവനങ്ങൾ കേന്ദ്രത്തിൽ ലഭ്യമാകും. പുതിയ OP ബ്ലോക്കിന്റെ ആർദ്രം പദ്ധതി പ്രകാരം OP കൺസൾട്ടേഷൻ റൂമുകൾ, വെയിറ്റിംഗ് ഏരിയ, OP രജിസ്ട്രേഷൻ, പ്രീ ചെക്കപ്പ്, ഒബ്സർവേഷൻ, ഇഞ്ചക്ഷൻ, നെബുലൈസേഷൻ, നഴ്സസ് സ്റ്റേഷൻ, ഇമ്മ്യൂണൈസേഷനും ലാബ്, ശുചിമുറി എന്നിവയും കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓസോൺ ബ്രേക്ക് വാട്ടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ വികസനത്തിന്റെ സാധ്യതാ പഠനത്തിന് ഉദ്യോഗസ്ഥ സംഘം പുന്നപ്രയിലെത്തി. വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാനും അമ്പലപ്പുഴ MLA ചിസലാം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം. ഓസോൺ ബ്രേക്ക് വാട്ടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ വികസനത്തിന്റെ സാധ്യതാ പഠനത്തിന് ഉദ്യോഗസ്ഥ സംഘം എത്തി. തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ സ്ഥായിയായ മത്സ്യബന്ധന സാധ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പുന്നപ്ര തീരത്തെ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഘത്തിന്റെ സന്ദർശനം. ഫിഷ് ലാൻഡിൽ സെന്റർ വികസിപ്പിക്കുന്നതിന് മന്ത്രി സജി ചെറിയാൻ, സലാം MLA എന്നിവർ കത്ത് നൽകിയിരുന്നു. തീരദേശ വികസന കോർപ്പറേഷൻ MD PI ഷെയ്ഖ് പരീദ്, നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് എഞ്ചിനീയർ MV വാമമൂർത്തി, ചീഫ് എഞ്ചിനീയർ TV ബാലകൃഷ്ണൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. GeoTube പോലെ തീരസംരക്ഷണം സംവിധാനം പ്രകൃതിയുടെയും തീരത്തിന്റെയും ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ തീരത്ത് നിന്ന് അധികം അകലെയല്ലാതെ വിധം സ്ഥാപിച്ച് ബ്രേക്ക് വാട്ടർ നിലയിൽ രൂപം കൊടുക്കും. തീരത്തെ എല്ലാ ഭാഗത്തു നിന്നും മത്സ്യബന്ധനം നടത്താൻ കഴിയുന്ന ഈ പദ്ധതി തീരദേശ വികസന കോർപ്പറേഷനാണ് നടപ്പാക്കുന്നത്. ഈ വർഷം 100 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത്. പുന്നപ്രയടക്കം തീരദേശ പ്രദേശത്ത് മൺസൂണിന് മുൻപ് സാധ്യതാ പഠനം നടത്തിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും.
തീരത്തും സമീപ സ്ഥലങ്ങളിലും എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്നതും സാധ്യതാ പഠനത്തിൽ ഉൾപ്പെടുത്തും. ഇതിനുശേഷമാകും പദ്ധതി നടപ്പിലാക്കുക എന്ന് ഷെയ്ഖ് ഫരീദ് പറഞ്ഞു. അടുത്തിടെ കടൽക്ഷോഭമുണ്ടായ കപ്പക്കട പടിഞ്ഞാറ് നർബോനാക് തീരവും സംഘം സന്ദർശിച്ചു. എച്ച് സലാം MLA, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി C ഷാംജി, ധീവരസഭാ കരയോഗം പ്രസിഡന്റ് KD അഖിലാനന്ദൻ, സെക്രട്ടറി KR തങ്കജ, സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ജോൺസൺ പുത്തൻവീട് എന്നിവരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ ചർച്ചയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ പുന്നപ്രയിൽ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി അതിൻ്റെ സാങ്കേതിക ടീം ഇവിടെ എത്തിച്ചേർന്നത്. തീരദേശ വികസന കോർപ്പറേഷൻ്റെ ചുമതലയിൽ സംസ്ഥാനത്ത് 20 കേന്ദ്രങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യബന്ധനം സുഗമമാക്കാൻ കഴിയുന്ന കൂടുതൽ കേന്ദ്രങ്ങൾ സാധ്യമാക്കാൻ പറ്റുന്ന പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിക്കാൻ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മണ്ഡലത്തിൽ തോട്ടപ്പള്ളി ഹാർബറിൻ്റെ 150 കോടിയുടെ പദ്ധതി കേന്ദ്ര സർക്കാരിനെ സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ പ്രധാനപ്പെട്ടത് പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെൻ്ററാണ്. 89-ൽ അത് കമ്മീഷൻ ചെയ്ത ലാൻഡിംഗ് സെൻ്ററാണ്. പക്ഷേ കാലാന്തരത്തിൽ അത് തൊഴിലാളിക്ക് വള്ളം കയറ്റി പിടിക്കാൻ കഴിയുന്ന നിലയിൽ ഉള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ പൊങ്ങുവള്ളത്തിൻ്റെ തൊഴിലാളികൾ മാത്രം വന്ന് മീനിടുകയും വര അത്യാവശ്യം നെയ്യൊക്കെ ചെയ്യുന്ന രീതി മാത്രമാണ് ഇപ്പോൾ അവിടെ നടത്താൻ പറ്റുന്നത്. കടലിൻ്റെ സ്വഭാവത്തിൽ വന്ന് വ്യത്യാസത്തിൻ്റെ കൂടി ഭാഗമായി സംഭവിച്ചൊരു കാര്യമാണ്. ഈ ടെക്നോളജി അനുസരിച്ച് പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെൻ്ററും ഒരു ഹാർബർ നിലയിൽ തന്നെ ഒരു ബ്രേക്ക് വാട്ടർ സിസ്റ്റം കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ചുമതലയിൽ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്ന കാര്യം. ചെല്ലാനം ഉൾപ്പെടെയുള്ള ബീച്ചുകൾ അത് ഡിസൈൻ ചെയ്ത ടെക്നിക്കൽ. കേരള വിഷൻ ന്യൂസ് സ്റ്റാർ ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നൈറ്റസ് ടെസ്ല എൻട്രൻസ് അക്കാദമിയുടെ സഹകരണത്തോടെ ഉന്നത വിദ്യാഭ്യാസ ബോധവൽക്കരണ ക്ലാസും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ന്യൂസ് സ്റ്റാർ ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നൈറ്റസ് ടെസ്ല എൻട്രൻസ് അക്കാദമിയുടെ സഹകരണത്തോടെ ഉന്നത വിദ്യാഭ്യാസ ബോധവൽക്കരണ ക്ലാസും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ആദ്യ പടി എന്ന് പറയാം ഈ ഒരു വിജയം. അപ്പോൾ ഇതിൽ മതിമറന്ന് പോകാതെ നമ്മളുടെ തുടർന്നുള്ള ആ ഒരു പഠനവും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിണക്കിക്കൊണ്ട് വേണം നിങ്ങളുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രയാണം. തീർച്ചയായിട്ടും ഇതുപോലുള്ള അനുമോദന യോഗങ്ങൾ നിങ്ങൾക്ക് വലിയൊരു പ്രചോദനം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ സമൂഹത്തോടുള്ള ആ ഒരു പ്രതിബദ്ധത അത് കാത്തു സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. കാരണം ന്യൂസ് സ്റ്റാർ ചാനൽ ഡയറക്ടർ CA11 ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച കുട്ടികളെ അനുമോദിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ C എബ്രഹാം മുഖ്യാതിഥിയായിരുന്നു. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. ന്യൂസ് സ്റ്റാർ ചീഫ് റിപ്പോർട്ടർ ഫിറോസ് അഹമ്മദ് ചടങ്ങിന് സ്വാഗതവും നൈറ്റസ് ടെസ്ല എൻട്രൻസ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ A നൗഫൽ നന്ദിയും പറഞ്ഞു. ആദ്യഘട്ടമെന്ന നിലയിൽ ആലപ്പുഴ നഗരസഭാ പരിധിയിലെ 15ഓളം സ്കൂളുകളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ 250ഓളം കുട്ടികളെയാണ് അനുമോദിച്ചത്. അനുമോദന ചടങ്ങിന് മുന്നോടിയായി പ്രമുഖ കരിയർ ഗൈഡൻസ് വിദഗ്ധനും വയനാട് സ്വദേശിയുമായ KH രജീഷ് ഉന്നത വിദ്യാഭ്യാസവും തുടർ പഠനവും വിഷയത്തെ അധികരിച്ച് ക്ലാസ് നയിച്ചു. ടൂറിസം വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പൂങ്കാവ് പള്ളിയിൽ നിർമ്മിക്കുന്ന പിൽഗ്രീം കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആലപ്പുഴ രൂപതാ മെത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ നിർവഹിച്ചു. വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിക്ക് കേരള സർക്കാർ ബജറ്റ് വിഹിതമായി അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് ടൂറിസം വകുപ്പ് നിർമ്മിക്കുന്ന പൂങ്കാവ് പിൽഗ്രീം കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ നിർവഹിച്ചു. ആലപ്പുഴയുടെ ടൂറിസം സാധ്യതകളിൽ ഏറെ പ്രധാനമാണ് പിൽഗ്രീം ടൂറിസം. ആലപ്പുഴയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ കോർത്തിണക്കിയുള്ള ടൂറിസം സർക്യൂട്ടും കേരള സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്.
ഇതിന്റെ ഭാഗമായാണ് പൂങ്കാവ് പള്ളിയിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനും മറ്റും ഉപകരിക്കുന്ന നിലയിൽ പൂങ്കാവ് പിൽഗ്രിം കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നത്. പൂങ്കാവ് പള്ളി പുതുതായി വാങ്ങിയ സ്ഥലത്താണ് കൺവെൻഷൻ സെന്റർ നിർമ്മിക്കപ്പെടുന്നത്. ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് അവരുടെ നേതൃത്വത്തിൽ മഴ കനത്തില്ലെങ്കിൽ നമുക്ക് 2 ആഴ്ചക്കാലത്തിന് മുമ്പ് തന്നെ ഇതിന്റെ വർക്ക് ആരംഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 9 മാസക്കാലം കൊണ്ട് പൂർത്തീകരിച്ച് നൽകണമെന്നാണ് അവരോട് അറിയിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസം ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ടാണ് അതിൻ്റെ എഞ്ചിനീയർ അങ്ങ് ചെങ്ങന്നൂരിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരണ്ട, ഞങ്ങൾ കാര്യങ്ങൾ നടത്തിക്കൊള്ളാം, കാരണം അതിനൊരു കാര്യത്തിന് വേണ്ടി മാത്രം അവരിവിടെ വരണ്ടെന്ന് പറഞ്ഞത്. സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്നും കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ലെടുപ്പ് ആരംഭിച്ചു. കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണം മൂലവും വിളവും ഗുണനിലവാരവും കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്ന് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരിക്കാൻ തുടങ്ങി. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേന നെല്ല് സംഭരിക്കുന്നതിനാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. ഇപ്രകാരം നെല്ലെടുക്കുമ്പോൾ കർഷകർക്കുള്ള നെൽവില നെല്ലിന്റെ ഗുണനിലവാരത്തിന് ആനുപാതികമായി കർഷകരുടെ തന്നെ അക്കൗണ്ടിലേക്ക് കൃഷിവകുപ്പ് നൽകും. ആദ്യഘട്ടമായി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ കാട്ടുകോണം, വട്ടപ്പായിത്ര, കോലടിക്കാട്, ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ കന്നിട്ട, സി ബ്ലോക്ക് പാടം എന്നിവിടങ്ങളിൽ നിന്നുള്ള നെല്ലാണ് ഓയിൽ പാം ഇന്ത്യ ശനിയാഴ്ച മുതൽ സംഭരിച്ചു തുടങ്ങിയത്. നമ്മുടെ പഞ്ചായത്തിൽ 390 ടൺ നെല്ലാണ് നമുക്കിനി സംഭരിക്കാൻ ബാക്കിയുള്ളത്. അതുപോലെ ആലപ്പുഴയിലും ഒരു പാടശേഖരത്തിൽ ഇതുപോലെ സംഭരിക്കാൻ പറ്റാതെ ഉപ്പുവെള്ളം കാരണം മോശമായ നെല്ലുകളാണ് ഉള്ളത്. അപ്പോൾ എല്ലാം കൂടി 450 ടണ്ണോളം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ പാം ഇന്ത്യ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ 450 ടൺ നെല്ലാണ് സംഭരിക്കുക. ഇതിലേക്കായി 3 കോടി രൂപ കൃഷി വകുപ്പിന് പ്രത്യേക പാക്കേജായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 5450 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുടനീളം ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. എലമല്ലിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓസോൺ ബ്രേക്ക് വാട്ടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ വികസനത്തിന്റെ സാധ്യതാ പഠനത്തിന് ഉദ്യോഗസ്ഥ സംഘം എത്തി. വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ, അമ്പലപ്പുഴ MLA ചിസലാം എന്നിവർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ സന്ദർശനം. കേരള വിഷൻ ന്യൂസ് സ്റ്റാർ ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നൈറ്റ് ടെസ്ല എൻട്രൻസ് അക്കാദമിയുടെ സഹകരണത്തോടെ ഉന്നത വിദ്യാഭ്യാസ ബോധവൽക്കരണ ക്ലാസും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ടൂറിസം വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പൂങ്കാവ് പള്ളിയിൽ നിർമ്മിക്കുന്ന പിൽഗ്രിം കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആലപ്പുഴ രൂപതാ മെത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.